ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഗോൾഡ് പ്ലേറ്റിങ്ങിൻ്റെ കുറച്ച് കമ്മലുകളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം. അത് കൂടാതെ വേറെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ക്യൂട്ട് ജിമിക്കിയാണ് കേട്ടോ. ഒരു മീഡിയം സൈസിൽ വന്നിരിക്കുന്ന ജിമിക്കാണ്. ഒരു ഒതുക്കം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ക്യൂട്ടായിട്ട് വന്നിരിക്കുന്ന സിമ്പിൾ ജിമിക്കാണ് കേട്ടോ. താഴെ കൊടുത്തേക്കുന്ന കരിമണിയുടെ ഈ ഒരു മുത്തുകളാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ കരിമണിയുടെ മാലയോ അല്ലെങ്കിൽ മംഗൾസൂത്രയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്തിടാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അതേപോലെ റേറ്റും അട്രാക്റ്റീവാണ്. 195 മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും ഒരു 350-400 റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. നമ്മൾ ഇത്രയും റേറ്റ് കുറവിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്ക്രൂ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെതാ വേറൊരു കളർ ഡിഫറൻസ് ആണ് കേട്ടോ. ഇത് സെയിം പാറ്റേൺ തന്നെയാണ്, കളർ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അതും സെയിം റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് റെഡ് ആണ് കേട്ടോ ഷെയ്ഡ് മുത്തുകൾക്ക്. അതേപോലെ 195 ആണ്. സ്ക്രൂ ആണ് കേട്ടോ ബാക്ക് സൈഡ് വരിക. നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് കേട്ടോ. ഓണം കളക്ഷൻസ് ആയിട്ട് വന്നതാണ് കേട്ടോ. ലക്ഷ്മിയുടെ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോയിൻ ഷേപ്പാണ് ടോപ്പ് പോർഷനിൽ വരിക കേട്ടോ. താഴെ പാലക്കയുടെ ഒരു മോഡലാണ് കേട്ടോ. ഇത് ഒരു വെറൈറ്റി ആണ്. 140 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഗ്രീൻ ആണ് ഷെയ്ഡ് വരിക കേട്ടോ. ബാക്ക് സൈഡിൽ സ്ക്രൂ ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതെല്ലാം 24 ക്യാരറ്റ് മൈക്രോ പ്ലേറ്റിംഗിൽ വന്നിരിക്കുന്ന ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കാറാണ് എങ്ങനെയാണ് ഈ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളത്. നമ്മൾ യൂസേജിന് ശേഷം ജസ്റ്റ് ഒരു ഡബിൾ ലെയർ ടിഷ്യൂവിൽ കവർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈർപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിന് എഫക്റ്റഡ് ആവാതെ അത് കെയർഫുള്ളായിട്ട് അതിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ അത് നമുക്ക് ഒരുപാട് അതിന് ലൈഫിന് എക്സ്റ്റൻഷൻ വരും കേട്ടോ. വെക്കുമ്പോൾ എല്ലാവരും തുടച്ചിട്ടൊന്ന് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ എയർ ടൈറ്റ് ആയിട്ട് ഇതേപോലെ ഡബിൾ ലെയർ ടിഷ്യൂവിൽ പൊതിഞ്ഞ് വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. പെർഫ്യൂമിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വേർപ്പൊക്കെ അടിഞ്ഞിരുന്നാൽ ചിലപ്പോൾ അതിന് റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ ഫെയ്ഡ് ആവാൻ തുടങ്ങും. ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമുക്ക് ഗോൾഡ് ലെയർഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നാൾ ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് മാത്രമല്ല റീപ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഈ കൊടുക്കുന്ന 140 രൂപയാണെങ്കിലും ഒരു 4-5 വർഷം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് പാലക്കയുടെ ഒറിജിനൽ വേർഷൻ ആണ് കേട്ടോ. ഇത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു മോഡൽ. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. റൂബി സ്റ്റോണും കൂടി വന്നിരിക്കുന്ന ഒരു ചെറിയ സ്റ്റഡ് ടൈപ്പ് ആണ് കേട്ടോ. 125 റുപ്പീസേ ഉള്ളൂ. ഇത് എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്നതാണ്. റീസ്റ്റോക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഇതിപ്പോൾ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പെട്ടെന്ന് തന്നെ പ്ലേസ് ചെയ്തോളൂ കേട്ടോ. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് കണ്ടാലോ. ഇതാ ഈ ഒരു മോഡലാണ് കേട്ടോ. ഇത് രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. ഇതിന് ചെറിയൊരു വളവുണ്ട്. അതേപോലെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 178 ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 188 ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. വലിയ വ്യത്യാസമില്ല റേറ്റിൽ, എന്നാൽ വലിയ വ്യത്യാസം സൈസിലും ഇല്ല. രണ്ടിലും വെച്ച് ഇതിനാണ് കുറച്ചും കൂടി വലുപ്പം കൂടുതൽ കേട്ടോ. അതേപോലെ ഇതിന് വന്നിരിക്കുന്നത് പ്രസ് ബട്ടൺ ആണ് കേട്ടോ. അതേപോലെ ഇതിന് വന്നിരിക്കുന്നത് സ്ക്രൂ ടൈപ്പ് ആണ് കേട്ടോ. ഇതാ പാലക്കയുടെ തന്നെ മാങ്ങ സ്റ്റഡ് ആണ് കേട്ടോ. 125 റുപ്പീസേ ഉള്ളൂ. സ്ക്രൂ ആണ് കേട്ടോ ബാക്ക് സൈഡ് വരിക. കുഞ്ഞിതാണ് കേട്ടോ. ക്യൂട്ടാണ് കാണാനായിട്ട്. റൂബി സ്റ്റോണും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇതാ ഈ ഒരു പാലക്കയുടെ നേവി ബ്ലൂ കളറിൻ്റെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. വൈറ്റ് സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. 158 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ താഴെ ഹാങ്ങിങ്സും കൂടി കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ബ്ലാക്ക് ആണ്. വീഡിയോയിൽ അത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഇതാ ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. 150 രൂപയുള്ളൂ. ഫുൾ സ്റ്റോൺ ആണ് ബ്ലാക്കിൻ്റെ. അതേപോലെ ബാക്കിൽ സ്ക്രൂ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ പോലെ തന്നെയാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അതേപോലെ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡും ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ മൂന്നും 150 രൂപ തന്നെയാണ് കേട്ടോ. ഇത് മൂന്നിനും സ്ക്രൂ ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഗോൾഡ് പ്ലേറ്റിങ്ങിൽ വന്നിരിക്കുന്ന മാലയാണ് കേട്ടോ. ഒരു നെക്ലസ് ടൈപ്പാണ്. സിമ്പിളാണ്. അതുപോലെ ഇതിൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്. ബോട്ടിൽ ഗ്രീനും അതേപോലെ റൂബി സ്റ്റോണും ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമുക്ക് സാരീസിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ഇണങ്ങുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇതിലതാ എക്സ്ട്രാ നമുക്ക് കണ്ണികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ റേറ്റാണ് ഏറ്റവും അട്രാക്റ്റീവ്. 1500 രൂപയോളം വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 840 രൂപയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു കരിമണി മോഡൽ ഇപ്പം നമുക്ക് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ.
ഇത് സിംഗിളാണ് ലെയർ വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പാറ്റേൺ വരെ. ക്ലോസ് ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഗോൾഡും കരിമണി കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. 390 രൂപയുള്ളൂ കേട്ടോ ഇതിന്. നെക്സ്റ്റ് ഇതാ ഒരുപാട് പേര് ചോദിച്ചൊരു മോഡലാണ് കരിമണിയുടെ ഡബിൾ ലെയർ. ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. 330 രൂപയുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. ഇതിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതേപോലെയാണ് ഇതിൻ്റെ പാറ്റേൺ വരിക കേട്ടോ. ക്ലോസ് ലുക്കിൽ നോക്കിയാൽ അറിയാം ഗോൾഡൻ ബീഡ്സ് കഴിഞ്ഞിട്ട് കരിമണി അങ്ങനെ ഒരു റൊട്ടേഷനിലാണ് കേട്ടോ ഇത് പോകുന്നത്. ഇതിൻ്റെ ഇങ്ങനെയാണ് ഈ ഒരു പോർഷൻ വരിക കേട്ടോ. 330 രൂപയുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ പേളിൻ്റെ ഡബിൾ ലെയർ വന്നിരിക്കുന്ന മാലയാണ് കേട്ടോ. 8 പിടിയാണ് ലെങ്ത്ത് വരിക. ക്ലോസ് ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാം കേട്ടോ. പ്യുവർ വൈറ്റിലാണ് വന്നിരിക്കുന്നത്, ഓഫ് വൈറ്റ് അല്ല കേട്ടോ. ഗോൾഡ് പ്ലേറ്റിംഗ് ആണ്. അത് മാത്രമല്ല റേറ്റ് വരുന്നത് 980 റുപ്പീസേ ഉള്ളൂ. നെക്സ്റ്റ് ഈ ഒരു സിംഗിൾ ലെയർ ഇപ്പം നമ്മൾ റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിച്ചൊരു മോഡലാണ്. ക്ലോസ് ലുക്കിൽ കാണിക്കുന്നത് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു 3 ബീഡ്സ്, അത് കഴിഞ്ഞ് ഗോൾഡൻ ബീഡ്സ്, അങ്ങനെ റൊട്ടേഷനിലാണ് കേട്ടോ ഇത് പോകുന്നത്. ഇത് 8 പിടിയിൽ വരുന്ന ഒരു മാലയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ. ഇതിൻ്റെ കൊളുത്ത് വരുന്നത് ഈ ഒരു മോഡലിലാണ്. 390 ഉള്ളൂ കേട്ടോ. 2 ലെയറിൻ്റെ റൈസ് പേൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഓഫ് വൈറ്റ് പേൾസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം 24 ക്യാരറ്റ് മൈക്രോ പ്ലേറ്റിങ്ങിൽ വന്നിരിക്കുന്ന ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നാൾ ഇതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. 5 പിടിയാണ് കേട്ടോ ഇതിൻ്റെ ഇറക്കം വരിക. 450 രൂപയുള്ളൂ കേട്ടോ. അതേപോലെ നമുക്ക് 3 ലെയറും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇങ്ങനെയാണ് റൈസ് പേളിൻ്റെ 3 ലെയർ വരിക കേട്ടോ. ഇത് ചെറിയ പേൾസ് ആയതുകൊണ്ട് തന്നെ വലിയ ഒരു വ്യത്യാസം ഇതിനുണ്ടാവില്ല. 2 ലെയർ അല്ലെങ്കിൽ 3 ലെയർ ഉപയോഗിച്ചാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. 630 3 ലെയറിന് വരുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഡബിൾ ലെയർ മണിമാല ഇപ്പം നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ്. ഞാൻ ക്ലോസ് ലുക്കിൽ കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരിക. കണ്ടോ, ഇത് 8 പിടിയിൽ ലെങ്ത്ത് വരുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇത്രയും വലുപ്പം ഉണ്ടാവും. 365 രൂപയുള്ളൂ കേട്ടോ ഇതിന്. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. സിംഗിൾ ലെയറിൻ്റെ മണിമാല ഇപ്പം നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ്. ഞാൻ ക്ലോസ് ലുക്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ പോവുക കേട്ടോ. ശരിക്കും നമ്മുടെ ഗോൾഡിൽ എങ്ങനെയാണ് വർക്ക് വരുന്നത് അതേ രീതി തന്നെയാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. 220 രൂപയുള്ളൂ കേട്ടോ. 8 പിടിയാണ് കേട്ടോ ലെങ്ത്ത് വരെ. കഴുത്തിക്കൂടെ ഇടാവുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു മാല നമുക്ക് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നായിരുന്നു. ഇതിപ്പോൾ ഈ 3 കളേഴ്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. മെറൂൺ ഷെയ്ഡ്, ബ്ലാക്ക്, നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ. 8 പിടിയാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരെ. അപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുത്തിൽ പെട്ടെന്ന് എടുത്തിടാനൊക്കെ ഈസിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 540 രൂപയുള്ളൂ കേട്ടോ. ഇതും ഗോൾഡ് പ്ലേറ്റിങ്ങിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് മെറൂൺ ലക്ഷ്മിയുടെ മാല ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യായിരുന്നു അല്ലേ. ഇതിപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. 8 പിടിയുള്ളൂ കേട്ടോ ഇതിന്. ഇത് 650 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് 10 പിടിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. 10 പിടി വേണ്ടവർക്ക് ഇതിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 780 രൂപയുള്ളൂ കേട്ടോ. ക്ലോസ് ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പാറ്റേൺ കാണാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. ലക്ഷ്മിയാണ് ഓൾറൗണ്ട് പോയിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരിക കേട്ടോ. വീണ അശോകാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ചയിലത്തെ വിന്നർ. അപ്പോൾ വിന്നർ നമുക്ക് മെസ്സേജ് അയക്കാൻ മറക്കല്ലേ. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. അപ്പോൾ ഇനിയും ഗിവ് എവേയുടെ കോൺടെസ്റ്റ് ഓൺ ഗോയിങ് ആണ് കേട്ടോ. നിങ്ങൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ ആരും മറക്കല്ലേ, ഗിവ് എവേയുടെ കോൺടെസ്റ്റ് ഇപ്പോഴും ഓൺ ഗോയിങ് ആണ് കേട്ടോ. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിന് നമ്മൾ ടാഗ് ചെയ്യാത്തതുണ്ടാവും കേട്ടോ. അതേതാണെന്ന് കറക്റ്റായിട്ടൊന്ന് കേട്ടിട്ട് കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. വിന്നർ ആവുകയും ചെയ്യും. അപ്പോൾ ഗിവ് എവേയുടെ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനിയും ബെസ്റ്റ് അഫോർഡബിൾ റേറ്റിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.